ഭുക്തിഭാജാന്നിവാസോ ഭക്താനാം കാമവരിഷദ്യുതരുകിസലയന്നാഥ തേ പാദമൂലം നിത്യം ചിത്വസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം. ഇദം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. നാമത്തിൻ്റെ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. വേദത്തിന് തുല്യമാണ് ഭാഗവതം. വേദത്തിലാണ് ഭഗവാന്റെ മഹിമയെ പറയുന്നത്. ആ വേദം ആർക്കും മനസ്സിലാവുന്നതുമല്ല. എന്ന് മനസ്സിലായുള്ള ആൾക്കാരൊക്കെയാണ് മനസ്സിലാവുന്നതല്ല എന്ന്. വേദം മനസ്സിലാവുന്നതല്ല, വേദത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമ്മളെ വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. വേദം പരോക്ഷമാണ്, പരോക്ഷമാണ്, പ്രത്യക്ഷമല്ല. ഇന്ന പോലെ ചെയ്യാൻ പറയും. എന്തിനു വേണ്ടിയെന്നുള്ളത് പല വ്യാഖ്യാതാക്കളും പലതാണ് കൊണ്ടുവരുന്നത്. ശരിക്കും അതിൻ്റെ അർത്ഥം ഉദ്ധവാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനോട്, എനിക്കിത് മനസ്സിലായിട്ടില്ല. ഉദ്ധവൻ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുമോ? ഇത്രയും ഭഗവാന്റെ ഒപ്പം ഇത്രയും കാലം ഉണ്ടായിട്ടും ഭഗവാന്റെ പ്രധാനമന്ത്രിയായ ഉദ്ധവന് പോലും ഭഗവാനെ പറ്റിയിട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. ആ ഭഗവാന്റെ മഹിമയാണ് നമ്മളൊക്കെ. അപ്പോൾ പറ്റുന്ന മാതിരി പറയാമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലേ, മനസ്സിലായിട്ട് ആവില്ല, മനസ്സിലാവണതല്ല എന്നാണ്. ഞാൻ ബ്രഹ്മാവൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ഭഗവാന്റെ പ്രഥമപുത്രനാണ് ബ്രഹ്മാവ്. ശ്രീമദ് ഭാഗവതം നേരിട്ട് ഭഗവാൻ ഉപദേശം കൊടുത്ത ആളാണ്. ആ കിട്ടിയ ബ്രഹ്മാവ് പറഞ്ഞു, അവിടുത്തെ പറ്റിയിട്ട് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇത് ഇതേവരെ ആരും പറയണ്ടായിട്ടില്ല കേട്ടോ, എന്നെപ്പറ്റി മനസ്സിലായി എന്ന് ആരും പറയണ്ടായില്ല. അപ്പം അങ്ങ് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താണ് മനസ്സിലായത് എന്ന് ചോദിച്ചു. മനസ്സിലായത് അങ്ങേ പറ്റിയിട്ട് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പം എന്താ മനസ്സിലായത്? കുറേ സത്യത്തിനൊക്കെ പോയാലാണ് ബോധ്യമാവുക ഭാഗവതം എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവും. പക്ഷെ ഓരോ അധ്യായം കഴിയുമ്പോഴും ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പരമഹംസ സംഹിതയെ ആണ് ഭാഗവതം. അപ്പം ആയതായിന്നേ പറയാൻ പറ്റുള്ളൂ. പ്രഥമസ്കന്ധം കൊണ്ട് പ്രധാനമായിട്ട് വർണ്ണിക്കുന്നത് നല്ലൊരു വക്താവിനെയും നല്ലൊരു ശ്രോതാവിനെയും കാണിക്കുകയാണ്. വക്താവ് എങ്ങനെയുള്ള ആളാവണം, ശ്രോതാവ് എങ്ങനെയുള്ള ആളാവണം എന്ന് കാണിക്കുകയാണ്. സൂത ശൗനക സംവാദത്തിൽ കൂടിയും വ്യാസ നാരദസംവാദത്തിൽ കൂടിയും ഇനി പരീക്ഷിത് സുഖസംവാദത്തിൽ കൂടിയും വർണ്ണിക്കുന്ന ഭാഗം ഇതാണ്. ശരിക്ക് ഭക്താവും ശ്രോതാവും എങ്ങനെയാവണം, അത് ഭഗവാന്റെ ആ മഹിമയെ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരാദേവി ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. ഞാൻ ഭഗവാൻ ജനിച്ചത് അവതരിച്ച യദുകുലത്തിലാണെങ്കിലും ഭഗവാന്റെ കാരുണ്യമൊക്കെ പൂരോർവംശം പ്രവക്ഷ്യാമി, പൂരുവിൻ്റെ വംശത്തോടാണ്. ആദ്യം പൂരു മഹാരാജാവ് അച്ഛൻ പറഞ്ഞ വാക്ക് അതുപോലെ ചെയ്തു. തനിക്ക് വാർദ്ധക്യം കിട്ടി. ഈ നവമസ്കന്ധ വാർദ്ധക്യം കിട്ടിയപ്പം ഈ വാർദ്ധക്യം പുത്രന്മാരെ വിളിച്ച് കൊടുക്കാനാണ് ശുക്രാചാര്യർ അതുപ്രകാരം മൂത്തപുത്രൻ യദുവിനെ വിളിച്ചു പറഞ്ഞു, യദു നീയെ എൻ്റെ യൗവനം എനിക്ക് തരണം, എൻ്റെ വാർദ്ധക്യം നീ എടുക്കണം എന്ന് പറഞ്ഞപ്പം യദു പറഞ്ഞു തരില്ല, എൻ്റെ യൗവനം ശ്രീഹരിയെ സേവിക്കാനാണെന്ന് പറഞ്ഞ ആളാണ്.
കണ്ണ് കാണാതായിട്ട് ഭാഗവതം വായിക്കാൻ പറ്റുമോ? കാത് കേൾക്കാതായിട്ട് ഭാഗവതം കേൾക്കാൻ പറ്റുമോ? അപ്പം ഈ യൗവനം എന്തിനു തന്നു എന്ന് ഈശ്വരനെ സേവിക്കാനാണെന്ന് പറഞ്ഞു. അവിടെ ആ ഭഗവാന്റെ അവതാരം. പിന്നെ പൂരു പറഞ്ഞതാണെങ്കിൽ അച്ഛൻ പറഞ്ഞ വാക്കാണ് കേട്ടു. പൂരു പറയുന്നത് ഉത്തമശ്ചിന്തിതം കുര്യാൽ പ്രോക്തകാരീതു മധ്യമ അധമോ ശ്രദ്ധയാ കുര്യാൽ അകർത്തോ ചരിതം വിധൂന. ഉത്തമനായ പുത്രൻ അച്ഛൻ്റെ ഇച്ഛ അറിഞ്ഞു പ്രവർത്തിക്കണം. മധ്യമനായ പുത്രൻ അച്ഛൻ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി കേൾക്കണം. അധമനായ പുത്രൻ അച്ഛൻ പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും കേൾക്കണം. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ അകർത്തോച്ചരിതം വിധൂന്നാണ്. അപ്പം ഉത്തമനായില്ലെങ്കിലും മധ്യമനാവാന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് പൂരു അച്ഛൻ്റെ വാർദ്ധക്യത്തെ വാങ്ങി യുവത്വത്തിന് കൊടുത്തു. അവിടെയാണ് ഭഗവാന്റെ കാരുണ്യം. ആ പൂർവ വംശത്തോടാണ് ഭഗവാന്റെ കാരുണ്യം കാണിക്കുന്നത്. അതിലാണ് ഇവിടെ പ്രധാനമായിട്ട് ആ വംശത്തിലാണ് ഉത്തരയുടെ സ്തുതി കാണിച്ചു വന്നു. ഉത്തര, എനിക്ക് വേറെ ആരും ആശ്രയമില്ല, അങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ഈ പാണ്ഡവന്മാരെ കുറെ ഉണ്ടായിട്ടും ആശ്രയിച്ചത് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വതഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഇവിടെ അഭയമായിട്ട് ഞാൻ വേറെ ആരും കാണില്ല. ശ്രീകൃഷ്ണത്വൽപതോപാസനം അഭയതമം എന്ന അഭയം എന്ന് പറഞ്ഞാൽ പോരാ, അഭയതരം എന്ന് പറഞ്ഞാൽ പോരാ, അഭയതമമാണ്. അപ്പം ആശ്രയിക്കേണ്ടത് ശ്രീഹരിയെ ആണ് എന്ന് ഉത്തരാദേവി കാണിച്ചു തന്നു. അതുകൊണ്ട് ഭഗവാന്റെ സുദർശനം നല്ലൊരു നോട്ടം ഉത്തരയ്ക്ക് സമാധാനമായി. ഭഗവാൻ സുദർശനം ധരിച്ചാണ് ഉത്തരാ ഗർഭത്തിക്ക് പ്രവേശിച്ച് അവിടെ ഭഗവാൻ ഭക്തനാവാൻ പോകുന്ന പരീക്ഷത്തിനെ അനുഗ്രഹിച്ച രംഗം. പൂർവംശത്തോടെ ഭഗവാന്റെ കാരുണ്യം അവിടെയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് തൻ്റെ പൗത്രവധുവിന് സുഖായത അറിഞ്ഞിട്ടാണ് കുന്തിദേവിയും ശ്രീഹരിയെ അങ്ങോട്ട് ആശ്രയിച്ചു. കുന്തിദേവി വാസ്തവം തൻ്റെ സഹോദരൻ്റെ പുത്രനാണെങ്കിലും അതൊന്നും അല്ല എന്നാ. കൃഷ്ണൻ അതൊന്നും അല്ല. കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. അകത്തും പുറത്തും ശോഭിക്കുന്ന ആളാണ്. ജീവസ്വരൂപേണ അകത്തും കാലസ്വരൂപേണ പുറത്തും ശോഭിക്കുന്ന ആളാണ്. ആദിപുരുഷനായ പുരുഷോത്തമനാണ്. തൻ്റെ സഹോദരൻ്റെ പുത്രനൊക്കെ വെറും നാട്യം. സർവേശ്വരനായ ശ്രീഹരിയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭഗവാന് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ അടുത്ത ആൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റുമോ? ഭഗവാന്റെ പിതാവിൻ്റെ സഹോദരിയാണ് കുന്തിദേവി. ഇങ്ങനെ ഒപ്പമുണ്ടായിട്ടും കുന്തിക്ക് പോലും എന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം. എല്ലാവരിലും ഭഗവാന്റെ ഈ മായ ഉണ്ട്. ഭഗവാന്റെ മായയെ ജയിക്കാൻ ആർക്കും പറ്റില്ല. മമ മായ ദുരത്യയ. മായയെ ജയിക്കാൻ ഇപ്പം എല്ലാവരിലും ഭഗവാന്റെ ഈ മായ പ്രയോഗിക്കൊണ്ട് മനസ്സിലായി എന്ന് തോന്നും. വാസ്തവം മനസ്സിലാവണമെന്നല്ല. ഇനി മനസ്സിലായെങ്കിൽ ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ പുഞ്ചിരിയാ മായ. ഹസിതഞ്ചമായ എല്ലാവരെയും മായ്ക്കുന്നതാണ്. അതുകൊണ്ട് ശ്രീഹരിയെ അറിയാൻ പറ്റണില്ല. അറിവുള്ള ആൾക്കാർക്ക് പോലും തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഋഷീശ്വരന്മാർക്ക് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റുമോ? അറിയണ ശ്രീഹരിയെ നമസ്കരിച്ചൂടെ എന്നാ കുന്തിദേവി ചോദിക്കുന്നത്. അങ്ങനെ ശ്രീഹരിയെ നമസ്കരിച്ച മന്ത്രമാണ് കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇതെല്ലാവർക്കും അറിയില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ഭാഗവതം കേട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇല്ലേ? പ്രധാന ഒരു ഭാഗമാണ്
കുന്തിസ്ത്രീ വളരെ പ്രധാനമാണ്, ഭീഷ്മസ്ത്രീ വളരെ പ്രധാനമാണ്. കുന്തിസ്ത്രീ പറയാതെ കണ്ട് ഭീഷ്മസ്ത്രീ പറഞ്ഞാൽ ഭഗവാൻ വിഷമാവും നിശ്ചയിച്ച്. അപ്പോൾ വളരെ പ്രധാന ഭാഗവത സാരമാണ് കുന്തിസ്ത്രീ കാണിക്കുന്നത്. കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ആരാ വാസ്തവം കൃഷ്ണൻ? കൃഷ്ണൻ പറ്റിയിട്ട് പറഞ്ഞാൽ കഴിയണതല്ല, അറിയണതുമല്ല. ഗർഗഭാഗവതം ഇവിടെ ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കൃഷ്ണ ശബ്ദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ വർണ്ണിക്കുന്നത് കമലാകാരോ ഋകാരോ രാമ ഷകാരോ ഷഡ്ഗുണപരിപൂർണ നകാരോ നാരസിംഹ അകാരോ അഗ്നിഭുക്ക് വിസർഗോ നരനാരായണാവൃഷി. പ്രാരബ്ധമുണ്ടായാലാണ് മറ്റ് സമ്പത്തൊക്കെ ധാരാളം ഭഗവാനെ മറക്കുക. ചിലപ്പോൾ ഇടയ്ക്ക് ആപത്തുണ്ടാവലാണ്. ശ്രീഹരിയെ സേവിക്കാൻ നല്ലതെന്ന് അറിയാവുന്ന കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചത് വിപത്ത് ഉണ്ടാക്കി തരണം. സമ്പത്ത് വേണമെന്നില്ല, വിപത്താണ് വേണ്ടത്. എന്നാൽ വിപത്ത് ഉണ്ടായാൽ ശ്രീഹരിയെ സ്മരിക്കാൻ ആപത്ത് വേണമെന്നല്ല, ഭഗവാനെ സ്മരിക്കാൻ നല്ലത്. ആപത്താണെങ്കിൽ തന്നോളൂ കൃഷ്ണ എന്നാണ്. അതാണ് വേണ്ടത്. കൃഷ്ണൻ്റെ മഹിമ വാസ്തവം ഒരാൾക്കും അറിയില്ല എന്നാണ്. എങ്കിലും ഈ ഉള്ളവർ കണ്ടൊരു കാഴ്ച ഉണ്ടെന്നാണ്. ഉണ്ണിയെ കാണാൻ വേണ്ടി അമ്പാടിക്ക് വന്നു. അമ്പാടിക്ക് വന്നകം ഭഗവാനാണെങ്കിൽ അവളെ അമ്മ കാണാൻ വേണ്ടി ഒരു ലീലയാടി. കുറേ ലീലകൾ ആദ്യം അമ്മയ്ക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോപികൾ ഭഗവാന്റെ ലീലകള് ഭംഗിയായി ഇവിടെ വന്നാലും പറയുന്നുണ്ട്. വത്സാൻ മുഞ്ചൻ കൊജിത സമയേ ക്രോശ സഞ്ജാത. ഭഗവാന്റെ ലീലകളാണ്. കേട്ടപ്പം ഇത്രയൊക്കെ മധുരണ്ടോ ഭഗവാന്റെ ലീലയ്ക്ക് തോന്നിയപ്പം ഒന്നുകൂടി കാണുമെന്ന് മോഹിച്ചപ്പം ഭഗവാൻ വീണ്ടും കാണിച്ചു കൊടുത്തു. അമ്മയുടെ തൈരൻ്റെ കലം പൊട്ടിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. തൈര് 4 ഭാഗത്തേക്കും ആക്കിയിട്ട് ഇന്നലെ വെച്ച വെണ്ണയിട്ട് ഭഗവാൻ പുറത്തിറങ്ങി. ഉരലിൻ്റെ മുകളിൽ ഭഗവാൻ കയറിയിരുന്ന് കുഴിയിൽ വെണ്ണ വെച്ച് മക്കായ കാമം കുരങ്ങന്മാർക്ക് വെണ്ണ ഇട്ട് കൊടുക്കുക. അമ്മ വന്നപ്പോൾ നല്ല കാഴ്ചയാണ്. അവളെ പാല് വാങ്ങി വന്നപ്പം ഇവിടെ കലം പൊട്ടിയിട്ടുണ്ട്, തൈര് ചിന്തിയിട്ടുണ്ട്, കണ്ണനെ കാണാനില്ല. ശിക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടൊരു വടി എടുത്തു എന്നാ. അടിച്ചു എന്ന് ഭാഗവതം പറഞ്ഞില്ല, വടി എടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ അന്വേഷിച്ചു, കണ്ടെത്തി. അമ്മയെ കണ്ടപ്പം ഭഗവാൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. പിന്നാലെ അമ്മയും. കുറേ നേരം ഭഗവാൻ അമ്മയെ ഓടിപ്പിച്ചു. ചോദിച്ചു ഭഗവാൻ, എന്തിനാ അമ്മയെ എൻ്റെ പിന്നാലെ ഓടണത്? ഉണ്ണിയെ പിടിക്കാനാണ്. അമ്മ എന്നെ പിടിക്കാൻ വടി വേണോ? കൈകൊണ്ടല്ലേ പിടിക്കാറ്. വടിയിൽ പേടിയുണ്ട് ധരിച്ച് അമ്മ വടി വലിച്ചെറിഞ്ഞു. ഭഗവാൻ പിടികൊടുത്തു. പാവം അമ്മ പിടിച്ചോട്ടെ എന്ന ഭാവത്തിൽ
പിടിച്ചു അടിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടവം. ഈ രംഗം കുന്തിദേവി വർണ്ണിക്കുകയാണ്. പുറപ്പെട്ടപ്പോഴാണ് കണ്ണുനീര് വരുത്താൻ വേണ്ടി ഭഗവാൻ തൻ്റെ കയ്യിലുള്ള വെണ്ണ കണ്ണിലാക്കിയതാണ്. കരയുന്ന ഭഗവാന്റെ ഭാവമാണ് കണ്ടപ്പം കുന്തി പറയാ, കൃഷ്ണ അമ്മയെ പറ്റിക്കാനൊക്കെ പറ്റും. ആരായി ഭഗവാൻ ചോദിച്ചാൽ ഭീരഭീയദ്വിഭേദി, ഭയം പോലും ഈ ഭഗവാനെ ഭയപ്പെടുക. അങ്ങനെയുള്ള ഭഗവാനാണ് അമ്മ തല്ലോ എന്ന് പേടിച്ച് കരയണ ഭാവം. കൃഷ്ണ ഇത് എന്നെങ്ങനെ മാം വിമോഹ, എന്നെ മോഹിപ്പിക്കുകയാണ്. കൃഷ്ണാവതാരം എന്തിനു വേണ്ടി, ഭഗവാന്റെ ലീലകൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയാണ്. ചിലർ പറയാറുണ്ട് ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, ചിലർ പറയാറുണ്ട് കംസാദികളെ വധിക്കാനാണെന്നൊക്കെ. എൻ്റെ അഭിപ്രായം അതൊന്നുമല്ല. ഭഗവാന്റെ ലീലകൾ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ശൃണ്വന്തി ഗായന്തി ഗൃഹന്ത്യഭീക്ഷ്ണസ്മരന്തി നന്ദന്തി തവേ സഞ്ജന. കേൾക്കാനും പാടാനും ആനന്ദിക്കാനും എന്തെങ്കിലും കഥയൊക്കെ വേണ്ടേ? ഇത് വേറെ എവിടെയും പോയാൽ കിട്ടുമോ ഈ ആനന്ദം? ദുഃഖിക്കുന്ന ആൾക്കാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കി ആനന്ദിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കഥകൾ. അപ്പം അത് കഥ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ലീലയാടിയത്. ഇങ്ങനെ കുന്തിദേവി പ്രാർത്ഥിച്ച ഭഗവാനെ, സാധാരണ സ്ത്രീകൾക്ക് രണ്ട് ബന്ധനമായിട്ട് മാറുന്നു. ജനിച്ച കുടുംബമായിട്ടും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുടുംബമായിട്ടും ഈ രണ്ട് കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സിനെ ബാധിക്കും. ഇല്ലേ? അപ്പോൾ മനസ്സിലെപ്പോഴും ദുഃഖിക്കാനേ സമയമുള്ളൂ. സദാ സമയത്തും ദുഃഖിക്കാൻ മാത്രമേ സമയമുള്ളൂ. ആ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ്. അതുകൊണ്ട് കൃഷ്ണ എൻ്റെ ഈ രണ്ട് സ്നേഹങ്ങളാവുന്ന കയറാണ് മുഖ്യ. ഇതിലെൻ്റെ മനസ്സ് ഗംഗാപ്രവാഹം പോലെ ഭഗവത് പാദത്തിക്കാണ്ട് ഒഴുകണേന്നാണ് കുന്തിദേവി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ അച്ഛൻ പെങ്ങളെ ഭഗവാൻ അത് അനുഗ്രഹിക്കുന്ന. എന്നിട്ട് ഭഗവാൻ മന്ദം ജഹാസവൈകുണ്ഠ, ഭഗവാന്റെ പുഞ്ചിരി. അതൊക്കെ മറന്നില്ലേ? ഇതൊക്കെ മറന്നില്ലേന്നാ? ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. എല്ലാവരിലും ഭഗവാൻ ഈ മായ പ്രയോഗിക്കും. കാരണം ഇതൊക്കെ മറന്നുപോയി തൻ്റെ അർജുനെ പോലെ ശ്രീകൃഷ്ണനോട് പെരുമാറാൻ ഈശ്വരൻ ആരാന്നുള്ള ഭാവം ഇത് ഭഗവാൻ എല്ലാവരിലും വസുദേവർക്കും ബോധ്യമായിട്ടില്ല. ഇവർക്കും ഏകാദശസ്കന്ധം ഉപദേശം കേട്ടപ്പോഴാണ് വസുദേവർക്ക് പോലും ബോധ്യമായത്. എന്നാ അവതരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കംസോധം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭഗവാന്റെ മായ കാരണം മറന്നുപോയി. ഈ ഭഗവാന്റെ മായ ജയിക്കാൻ ആർക്കും സാധ്യമല്ലെങ്കിലും ഉദ്ധവൻ പറയുന്നുണ്ട്, ഭഗവാന്റെ മായ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. തവ മായാം ജയേ മഹി, ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ കളഭം കുറിയിടുക, ഇവർക്കൊന്നും മായ ബാധകമല്ല. ഇന്ന് കുന്തിദേവിയെയും ഭഗവാൻ ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോവാൻ പുറപ്പെട്ടപ്പോഴാണ് ധർമ്മപുത്രർ വിഷമിക്കുന്നു. അദ്ദേഹം തോന്നുകയാണ് ഈ മഹാഭാരത യുദ്ധം നിമിത്തം താനൊരു വലിയ അപരാധിയായി മാറി, വലിയൊരു പാപിയായി മാറിയെന്ന് തോന്നുകയാണ്. ഋഷീശ്വരന്മാർ വന്നു പറഞ്ഞു ധർമ്മപുത്രരോട്, അങ്ങക്ക് യാതൊരു ദോഷവുമില്ല, ധർമ്മയുദ്ധമാണ് ചെയ്തത് എന്ന് വ്യാസാദ്യൈരീശ്വരേഹാജ്ഞയ്യ കൃഷ്ണേനാത്ഭുത കർമ്മണ. വ്യാസാദി ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടും ധർമ്മപുത്രക്ക് ബോധ്യായില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞു, വല്യേട്ടാ ഒരു ദോഷവും വല്യേട്ടനില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ട് പോലും ധർമ്മപുത്രക്ക് ബോധ്യായില്ല. ഭഗവാൻ ഇച്ഛ താൻ പറഞ്ഞാൽ അർജുനന് ബോധ്യാവണം, താൻ പറഞ്ഞാൽ വല്യേട്ടന് ബോധ്യാവരുത്. യുദ്ധക്കളത്തിൽ ആയുധം വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞു, എന്താ അർജുന നീ ചെയ്യുന്നത്? നിനക്ക് ചേർന്ന പണിയല്ലത്, നീ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഗീതോപദേശത്തിൽ കൂടി അർജുനനെ ഭഗവാൻ ബോധ്യപ്പെടുത്തി. അതേ ഭഗവാൻ ധർമ്മപുത്രരോട് പറയുമ്പം ബോധ്യാവണില്ല. ഭഗവാൻ ഇച്ഛ താൻ പറഞ്ഞാൽ വല്യേട്ടന് ബോധ്യാവരുത്. പിന്നെ ബോധ്യാവുമോ?
ഭഗവാന്റെ ഇച്ഛ എന്താ അതേ സംഭവിക്കുള്ളൂ. അർജുനന് ബോധ്യായെങ്കിൽ വല്യേട്ടന് ബോധ്യായില്ല. ധർമ്മപുത്ര പറഞ്ഞു, കൃഷ്ണ ഇതെനിക്ക് ബോധ്യമാവില്ല എന്ന്. കാരണം എന്നെ കണ്ടാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നതേ, ചെറിയ കുട്ടികൾ എന്നെ കണ്ടാൽ പറയുന്നത് അച്ഛനെ വധിച്ച ആളാണ് ആ പോണത് കിട്ടുമെന്ന്. സ്ത്രീകൾ പറയുകയാണ് ഭർത്താവിനെ കൊന്ന ആളാണ് പോണത്. വൃദ്ധന്മാരായ ആൾക്കാർ പറയുക ആ പുത്രനെ വധിച്ച ആളാണ്. ധർമ്മപുത്ര കണ്ടാൽ പറയുന്ന വാക്ക് ഇങ്ങനെ വധിച്ച ആള് എന്നാണ് ഇയാളെ പറ്റിയിട്ടേ. ഇങ്ങനെയുള്ള ഇവരെ ശാപം നിമിത്തം എത്ര കാലം നരകം അനുഭവിച്ചാലും തീരില്ല. നമേ നിരയാൻ മോക്ഷോഹ്യബി വരിഷായുതായുധയ്യ 10,000 കൊല്ലം നരകം അനുഭവിച്ചാലും തീരാത്തൊരു പാപാണ് ഇതിൽ കൂടി ചെയ്തതേ. യുദ്ധം നിമിത്തം ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, സാരമില്ല ചേട്ടാ, യാഗം ചെയ്യാം. കൃഷ്ണ കുറേ മനുഷ്യന്മാരെ കൊന്ന പാപം ഞാൻ കുറച്ച് മൃഗങ്ങളെയും കൂടി കൊല്ലുക, അതല്ലേ കൃഷ്ണ വേണ്ടത്? ഇതെനിക്ക് ബോധ്യമാവില്ല എന്നാണ്. അതും ഭഗവാന്റെ ഇച്ഛയാണ്. താൻ പറഞ്ഞാൽ ബോധ്യമാവില്ല എന്ന് പറയട്ടെ. തന്നേക്കാൾ മേലെയാണ് തൻ്റെ ഭക്തനെന്ന് കാണിക്കാനായ രംഗം. താൻ പറഞ്ഞാൽ ബോധ്യമാവാത്ത കാര്യം തൻ്റെ ഭക്തനായ ഭീഷ്മരെ കൊണ്ട് ബോധ്യപ്പെടുത്തും. മാത്രമല്ല അദ്ദേഹത്തിന് മോക്ഷത്തിന് സമയമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സംശയം ഉണ്ടാക്കിയത്. പാണ്ഡവന്മാർക്ക് സംശയം ഉണ്ടായിട്ടല്ല, അവിടെ മോക്ഷത്തിന് സമയമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനങ്ങൾ പുറമേക്ക് വരുവാണ്. ഇത് ഉദ്ദേശിച്ചാണ് ഭഗവാൻ സംശയം ഉണ്ടാക്കിയത്. ആര് പറഞ്ഞാലാ ബോധ്യമാവാന്ന് ചോദിച്ചു. ആര് പറഞ്ഞാലും ബോധ്യമാവില്ല കൃഷ്ണ. അല്ല യുദ്ധക്കളത്തിൽ മറുപക്ഷത്തിൽ ആൾക്കാരും പറഞ്ഞാൽ ബോധ്യമാവുമോ? അവിടെ ആരാ പറയാനുള്ളത്? ഭീഷ്മരുണ്ട് എന്നാണ്. ഭീഷ്മരെ ഇങ്ങനെ കിടക്കാൻ തന്നെ കാരണം തൻ്റെ രാജമോഹമാണ് അല്ലേ. ശരശയ്യയിലാണ്, സുഖമായിട്ട് ശരശയ്യയെ കിടക്കാൻ പറ്റുമോ? സുഖമായാണ് കിടക്കുന്നത് ഭീഷ്മരെ. ഇവിടെ കിടക്കുണ്ടായിട്ട് പോലും സുഖം ശരങ്ങളുടെ മേലെയാണ്. അതും ദിവശ്ചുതമീവ അമരെന്ന ദേവൻ ഭൂമിയിലേക്ക് വീണ കിടക്കും പോലെയാണ്. ശരശയ്യയുടെ മുകളിലാണ് ഭീഷ്മർ കിടക്കുന്നത്. സുഖമായി കിടക്കുക. അദ്ദേഹം സ്വച്ഛന്ത മൃത്യു. അദ്ദേഹം വിചാരിച്ചാലേ മരിച്ചുള്ളൂ. അദ്ദേഹം തോന്നി അന്നാണ് മരിച്ചാൽ മതിയായിരുന്നു. യുദ്ധക്കളത്തിൽ ശരീരം ഉപേക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ശ്രീകൃഷ്ണനെ കണ്ടിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പം അവർക്കൊക്കെ മോക്ഷത്തെ ഭഗവാൻ കൊടുക്കണു. അർജുനൻ്റെ അസ്ത്രം ഏൽക്കുക, ഭഗവാനെ കാണുക. അന്ത്യത്തിൽ ഭഗവാനെ കണ്ടാൽ തന്നെ ഭഗവാനെ കണ്ണടയ്ക്കാൻ സാധിച്ച ആൾക്കാരാണ് കൗരവപക്ഷത്തിലുള്ള ആൾക്കാരൊക്കെ. ഇത് ഭീഷ്മർ കാണുന്നുണ്ട്. ഈ ഉത്തരായനം പ്രതീക്ഷിക്കുക. കാരണം അപ്പം അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സംശയം ഉണ്ടാക്കിയിട്ട് പാണ്ഡവന്മാരോട് കൂടി കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് ഭഗവാന്റെ യാത്ര. പാണ്ഡവന്മാരോട് കൂടിയാണ്. അവിടെ ആണെങ്കിൽ ഉപദേശമാണെന്ന് മനസ്സിലാക്കിയ അസംഖ്യം ഋഷീശ്വരന്മാർ അവിടേക്ക് പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സ്വശിഷ്യോ രേണുകാസുത തുടങ്ങിയ ഋഷീശ്വരന്മാരൊക്കെയാണ്. ഇവരൊക്കെ പേര് പറഞ്ഞാൽ തന്നെ ശുദ്ധവും. ഇത്രയും മഹാത്മ്യമുള്ള ആൾക്കാരാണ്. സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്ത. സ്വയം തീർത്ഥങ്ങളാണ്, മറ്റുള്ള ആൾക്കാരെ തീർത്ഥീകരിക്കുന്ന ആൾക്കാരാണ് ഋഷീശ്വരന്മാർ. അവരുടെ പേര് സ്മരിച്ചാൽ തന്നെ ശുദ്ധവും. അങ്ങനെ അസംഖ്യം ഋഷീശ്വരന്മാരാണ്. അതും പരശുരാമൻ തുടങ്ങിയ ഋഷീശ്വരന്മാരൊക്കെയാണ് ഇവിടേക്ക്. അസിഷ്ഠ ഇന്ദ്രപ്രമതസ്ത്രിതോ ഗൽസമതോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോധസുദർശന അന്യേജ മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാദാദയോ മലാ ശിഷ്യൈരുപേത ആജഗ്മു കശ്യപാംഗിരസാദയ. അസംഖ്യം ഋഷീശ്വരന്മാർ ശിഷ്യന്മാരോട് കൂടിയാണ് ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്. ഭഗവാനാണ് നല്ലൊരു വക്താവിനെ കാണിച്ചു തരാ. ഭാഗവതം കേൾക്കാൻ ആരാ വന്നിരിക്കുന്നത്?
ശ്രീകൃഷ്ണ ഭഗവാനാണ് ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് വരാനറിയാവുന്ന ഋഷീശ്വരന്മാരാണ് ശിഷ്യന്മാരോട് കൂടി അവിടേക്കാണ് പാണ്ഡവന്മാരോട് കൂടി ഭഗവാനും അവിടെത്തിയെന്നാണ്. ഇതും ഭഗവാൻ കാക്കലാണ് പോയി നിന്നു. മറന്ന് കിടക്കുന്ന ആള് ശരിക്കും ഭഗവാനെ കാണെങ്കിൽ കാക്കൽ പോയി നിൽക്കണ്ടേ? ഭീഷ്മര കാക്കലാണ് ഭഗവാൻ അന്ന് തോന്നുന്ന. ഭഗവാനാണെങ്കിൽ ഭീഷ്മരാണെങ്കിലോ ഒന്ന് കൃഷ്ണനെ കണ്ടിട്ട് അന്ത്യശ്വാസം വലിക്കുക എന്ന ഭക്തൻ്റെ മോഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാരോട് കൂടി ഭഗവാനും അവിടുത്തെ നല്ലൊരു രംഗമാണ് ഭാഗവതം കാണിക്കുന്നത്. ഭക്തന്മാരോട് കൂടി ഭഗവാൻ ഋഷീശ്വരന്മാർ അസംഖ്യം പേര് ശിഷ്യന്മാരോട് കൂടി ഭീഷ്മർ ശരിക്കാണ് കണ്ടു, ശ്രീഹരിയെ ശരിക്കാണ് കണ്ടോടുകൂടി ഹൃദിസ്ഥം പൂജയാമാസ മായയോ പാർത്ഥ വിഗ്രഹം ഭംഗിയായിട്ടാണ് പൂജിച്ചു എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഏറ്റവും വലിയ പൂജ ഇങ്ങനെയാണെന്ന് ആ ഭാഗവതം പറഞ്ഞു. ഈ പൂജയ്ക്ക് ദ്രവ്യമൊന്നും കൊണ്ടുവരണ്ട, ഒക്കെ മനസ്സ് സങ്കല്പിക്കാറോ ഇല്ലേ? സ്വർണ്ണ ചരക്കര പാൽപ്പായസം ഉണ്ടാക്കിക്കൂടെ? മറ്റേ പൂജയ്ക്ക് ശുദ്ധം അശുദ്ധമൊക്കെ നോക്കണം. ശുദ്ധായ വസ്തു വേണം, ശുദ്ധായ ദ്രവ്യം വേണം, ശുദ്ധായ മനസ്സ് വേണം, ശുദ്ധായ സ്ഥലം വേണം. ഏറ്റവും ശുദ്ധായ സ്ഥലമാണ് മനസ്സ്. അപ്പം മനസ്സിലേക്ക് ഭഗവാനെ കയറ്റിവെച്ച് ഭംഗിയൊരു പൂജ. സ്വർണ്ണ പൂജാപാത്രം ഉണ്ടാക്കിക്കൂടെ? സ്വർണം കൊണ്ട് മണി, സ്വർണം കൊണ്ട് കൊടിയവൾക്കൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഭംഗിയൊരു പൂജ. ശ്രീഹരിയെ ഭക്തിയോടുകൂടി മനസ്സിലാണ് പൂജിച്ചു. ഹൃദിസ്ഥം പൂജയാമാസ മായയോ പാർത്ഥ വിഗ്രഹം. മായ തൊട്ടാത്ത ആളാണ് ഭഗവാൻ. ഈ മായ ബാധകമല്ല. മറ്റുള്ളവർക്ക് മായ ബാധകമാണെങ്കിലും ഭഗവാൻ ഈ മായ ബാധകമല്ല. മായ തൊടാത്ത ശ്രീഹരിയെ ഭക്തിയോടുകൂടിയാണ് പൂജിച്ചു. പൂജിക്ക കഴിഞ്ഞിട്ടാണ് ഭഗവാനെ നോക്കിയിട്ട് പാണ്ഡവന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത് ഭീഷ്മര കഷ്ടേ കഷ്ടം, ഇത് അന്യായമാണെന്നാ. അഹോ കഷ്ടം അഹോന്യായം യദ്യു ധർമ്മനന്ദന ബീവിതുന്നാരിഹത ക്ലിഷ്ടം വിപ്രധർമ്മച്യുതാശ്രയ. ഇത് അന്യായമാണ്, ന്യായം എന്ന് പറയാൻ വയ്യ. കാരണം പാണ്ഡവന്മാർ ദുഃഖം അനുഭവിക്കേണ്ട ആൾക്കാരല്ല. എപ്പോഴും അവർക്ക് ദുഃഖമാണ്. സദാസമയത്തും അവർക്ക് ഒന്നല്ലെങ്കിൽ ഒന്നങ്ങനെ പല ദുഃഖങ്ങളാണ് അവരെ ബാധിക്കുന്നത്. ദുഃഖം അനുഭവിക്കേണ്ട ആൾക്കാരല്ല പാണ്ഡവന്മാർ. ഇത് കഷ്ടമാണ്, അന്യായമാണ്. ദുഃഖം വന്നെങ്കിൽ മൂന്നവസ്ഥയാണ് ഭാഗവതം പറയുന്നത്. അതും വിപ്രധർമ്മച്യുതാശ്രയ. ബ്രാഹ്മണരെ പൂജിക്കാഞ്ഞാൽ ദുഃഖം. സദാസമയത്തും ബ്രാഹ്മണരെ പൂജിക്കുന്ന ആളാണ് പാണ്ഡവന്മാർ. പിന്നെ ധർമ്മം തെറ്റി നടക്കില്ല. ധർമ്മപുത്രരാണ് പേര് തന്നെ. അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്, ബ്രാഹ്മണരെ പൂജിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ദുഃഖം വരണം. മൂന്നവസ്ഥയാണ്. ബ്രാഹ്മണരെ പൂജിക്കാഞ്ഞാൽ ദുഃഖം, ധർമ്മം അനുഷ്ഠിക്കാഞ്ഞാൽ ദുഃഖം, ഈശ്വരനെ ആശ്രയിക്കാഞ്ഞാൽ ദുഃഖം. ഇത് മൂന്നും ഒരുപോലെ ചെയ്ത ആൾക്കാരാണ് പാണ്ഡവന്മാർ. എന്നിട്ടും ദുഃഖം അവർ മാറിപ്പോകണില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ഭീഷ്മർ ഉത്തരം പറഞ്ഞു. ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർവം കാലകൃതം മന്യേ ഭവതഞ്ജയത പ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലി സർവം കാലകൃതം മന്യേ. സർവം കൃഷ്ണകൃതം മന്യേ എന്നാണ് പറയേണ്ടത്. ഒക്കെ കൃഷ്ണൻ്റെ ഇച്ഛ എന്നാണ് പറയേണ്ടത്. അത് മാറ്റി ഭഗവാൻ അവിടെ നാവിൽ വന്നിരുന്ന സർവം കാലകൃതം മന്യേ. കാലസ്വരൂപിയായ ഭഗവാന്റെ ഇച്ഛയാണ്. കാലം എവിടെയാണ് നിൽക്കുന്നത്? ഭഗവാന്റെ കയ്യിലാണ്. കാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിരൽ ഷഷ്ടി പർവാഭിവീതം സംഭ്രാമ്യൽ ക്രൂരവേഗം ക്ഷണമനുജഗതാച്ഛിദ്യ സന്ധാവമാനം. അതും വളരെ ക്രൂരവേഗമാണ്. നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അല്ലേ? കാലം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നാം ദിവസം ഇപ്പോൾ 12:15 വൈകില്ലേ?
കാലം വളരെ വേഗമാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പിടിച്ചാൽ നിൽക്കുന്നതല്ല, വളരെ ക്രൂര വേഗം എന്നാണ് കാലത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഇഷ്ടമൊന്നും വരുന്നില്ല, ഇഷ്ടമില്ലാത്തൊക്കെയാണ് ഈ കാലം കൊണ്ട് ഉണ്ടാവേണ്ട വാസ്തവം. അല്ല, ശക്തി ഇല്ലാഞ്ഞിട്ടാണോ ചോദിക്കുക. ഒരു ഭാഗത്ത് ഭീമസേനൻ നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് അർജുനുണ്ട്. ശക്തിൻ്റെ ഉറപ്പല്ലേ. പിന്നെ എന്തും ചെയ്യാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഒപ്പുണ്ടായിട്ടും ദുഃഖം തന്നെ അനുഭവമില്ലേ? ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ഈശ്വരാനുഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഈശ്വരൻ സദാസമയത്തും എന്താ വലിയേട്ടാ ചെയ്യേണ്ടത്, ഞാനെന്താ ചെയ്യേണ്ടത്, എപ്പോഴും സദാസമയത്തും ഭഗവാൻ ഇവിടെ ഉണ്ടായിട്ടും പാണ്ഡവന്മാർക്ക് ദുഃഖം മാത്രം അനുഭവം. കാലസ്വരൂപിയായ ഭഗവാൻ ഇച്ഛയാണ്. ഈ ഭഗവാന്റെ മഹിമ ആർക്കാ വാസ്തു അറിയാന്നാ? ഒരാൾക്കും ഭഗവാന്റെ മഹിമ അറിയില്ല. എന്തുകൊണ്ടറിയില്ല ഞാൻ ചോദിച്ചാൽ, ഏഷ വൈ ഭഗവാൻ സാക്ഷാൽ ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. എല്ലാവരിലും മോഹയൻ മായയാ ലോക, എല്ലാവരെയും ഭഗവാൻ ഈ മായയിലിട്ട്, എല്ലാവരെയും ഭഗവാന്റെ മായ ആണെങ്കിൽ മോഹിനി എന്നുള്ള മായയാണ്. എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ്. ഇപ്പം മനസ്സിലായി എന്നൊക്കെ തോന്നും, വാസ്തവം മനസ്സിലാവുന്നതല്ല. എല്ലാവരെയും ഭഗവാൻ മോഹിപ്പിക്കുക. ഭഗവാനെ പറ്റിയിട്ട് ആർക്കും ഇതാ ഗർഗൻ പറഞ്ഞു, ദശമസ്കന്ധ ഗർഗൻ പറയുന്നുണ്ട്, നന്ദഗോപുരോട് പറയുന്നുണ്ട്, ഹേ നന്ദൻ, അങ്ങയുടെ ഉണ്ണി നാരായണ തുല്യനാണ് കേട്ടോ. ഈ ഉണ്ണിയെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം. എന്താ എനിക്കറിയാം? ഒന്നും അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്ന്. ഭഗവാനെ പറ്റിയിട്ട് ഒന്നും നമ്മളൊക്കെ വാക്കിൻ്റെ അപ്പുറമാണ്. വാക്കുകൊണ്ട് പറയാനും പറ്റില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാനും വയ്യ. വാചശ്ച മനസാ സഹ, വാക്കും മനസ്സും കൂടി പോയി നോക്കുന്ന, എന്നിട്ടും എത്തിയിട്ടില്ല. പറയാൻ പറ്റുന്നതല്ല, ചിന്തിക്കാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ടിതാ ഭഗവാന്റെ മായ. ഈ മായ എല്ലാവരെയും ഭഗവാൻ മോഹിപ്പിക്കുന്നുണ്ടെന്ന്. ആർക്കാ ഭഗവാന്റെ മഹിമ അറിയാമെന്ന് ചോദിച്ചാൽ, അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദേവഋഷിർനാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ മനു. അജാമിള മോക്ഷത്തിൽ 12 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അവിടെ യമധർമ്മരാജാവേ സ്വയംഭൂർനാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിറുവയ്യാസയറുവയം. ഇങ്ങനെ 12 ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയാവുന്ന അവിടെ അജാമിള മോക്ഷ യമധർമ്മരാജാവാ പറയുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞു 12 ആൾക്കൊന്നും അറിയില്ല കേട്ടോ. 12 ആൾക്കൊന്നും അറിയില്ല. അറിയുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ വളരെ രഹസ്യമാണ്, വളരെ രഹസ്യമാണ്, ദേവരഹസ്യമാണ്. അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ, ശിവനറിയാന്ന്. രഹസ്യമാണ്. ഭാഗവതം മനസ്സിലാവുന്നതല്ല, വളരെ രഹസ്യമാണ്. ഈ രഹസ്യത്തെ അറിയുന്ന ആളാണ് ശ്രീപരമേശ്വരന്. കുറച്ചൊക്കെ ഭഗവാന്റെ മഹിമ അതാണ് സദാസമയത്തും ഭഗവാൻ ചെയ്യാറ്, മഹാദേവൻ ചെയ്യാറ്. എന്താന്ന് ചോദിച്ചാൽ, ഈ ഭഗവാന്റെ മഹിമയെ അറിയണോ എങ്കിൽ മഹാദേവൻ പറയണ വാക്ക് നമ്മളോട് ഭഗവാൻ പറയുന്നത്, ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. ജന്മം സഫലമാവണ്ടേ? നമ്മളോട് ചോദിക്കുകയാണ്. ഇല്ലേ, ആകെ കലികാലത്ത് എത്രയാണ് ആയുസ് എന്ന് ചോദിച്ചാൽ, കലികാലത്ത് അല്പായുസ്സുക്കളാണ്, വളരെ കുറച്ച് ആയുസ്സേ ഉള്ളൂ. 30-20 വർഷാണീന്ന, 20-30 അതോ കഴിഞ്ഞില്ലേ? എപ്പോഴാ പോവാൻ തയ്യാറായിട്ടിരിക്കണം. അപ്പം ആ തയ്യാറായിട്ടിരിക്കുമ്പം അതിഥിയും ഇവ ആഗതെന്ന, അതിഥി ഗൃഹത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കാറില്ലേ? നോക്കുക എപ്പോഴാ 12 മണിക്കാണ് വരാൻ തന്നെ, 11 തെരഞ്ഞായി എപ്പോഴാ വരിക, എപ്പോഴാ വരിക. ഇതുപോലെ അതിഥിയെ പോലെ വേണം ഈ മരണത്തെ സ്വീകരിക്കാമെന്നാണ്. ഇങ്ങനെ സദാസമയത്തും ഇതിനെ ചിന്തിച്ചിരിക്കണം. അപ്പം കിട്ടിയ ആയുസ് ശ്രീഹരിയെ സേവിക്കാനാണ്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയുസ് വെറുതെ കളയണോ? എപ്പോഴത്തെ വീണ് പോവാം. ഇല്ലേ? പരീക്ഷത്തിന് ഉറപ്പാണ് 7 ദിവസം ഉണ്ട്. ബ്രാഹ്മണ വാക്ക് സത്യം ഉറപ്പാണ്. അപ്പം നമ്മളുള്ള സമയം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയമൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ സേവിക്കാൻ മഹാദേവൻ കണ്ടെത്തിയ മാർഗമാണ് തൻ്റെ പഞ്ചാക്ഷരത്തിൻ്റെയും ഭഗവാന്റെ നാരായണനാമത്തിൻ്റെയും അത് കടഞ്ഞെടുത്തതാണ് രാമനാമം. ഇത് ജപിച്ചോളൂ. ഇത് ജപിക്കുകയാണെങ്കിൽ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ 1000 നാമം ജപിച്ച ഫലാണ്. ജപിച്ചൂടെ? ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. നാമം ജപിക്കാൻ സാധിക്കണം. ഇവിടെ ഭഗവാന്റെ മഹിമ കുറച്ച് ആൾക്കാർക്ക് മഹാദേവൻ അറിയാം. അതുപോലെ ദേവഋഷ്യൻ നാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ. ദേവഋഷിയായ ശ്രീനാഥ മഹർഷിക്ക് എല്ലാവരും മുന്നിലും പോയ നാരദ മഹർഷി ആരെ മുന്നിലും നാരദ മഹർഷി എല്ലാ ദിക്കിലും സ്ഥാനമുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പോയാലും ഇരിക്കാം, കംസൻ്റെ അടുത്ത് പോയാലും ഇരിക്കാം, ഹിരണ്യാക്ഷൻ്റെ അടുത്ത് പോയാലും ഇരിക്കാം, ഭഗവാന്റെ അടുത്ത് പോയാലും ഒക്കെ ഇരിക്കാൻ പറ്റിയ ആളാണ്. സകല കുശലപാത്രം ബ്രഹ്മപുത്രം. സകല കുശലപാത്രമാണ്. ഏതൊരാൾക്കും ശ്രീഹരിയെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഏതൊരാൾക്കും കാണിച്ചു കൊടുക്കുന്ന നാരദ മഹർഷി. അപ്പം നാരദ മഹർഷിക്ക് ഭഗവാന്റെ മഹിമ ശരിയായ ജ്ഞാനത്തെ ലോകത്തിന് ഉപദേശിക്കുന്ന ആളാണ് നാരദ മഹർഷി. പിന്നെ കപില വാസുദേവനും കുറച്ചൊക്കെ ഭഗവാന്റെ അവതാരമാണ്. നാളെ കേൾക്കാം കപിലോപദേശം. കുറേ അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ മഹിമ ഭഗവാൻ തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മാർഗം. അത് അമ്മയെ മുൻനിർത്തിയിട്ട് ഭഗവാൻ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾക്കും വേണ്ടിയിട്ടാണ്. ദേവഹൂതിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ദേവഹൂതി ചിന്തിക്കേണ്ടത് കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാനെങ്ങനെ ഈ ഉണ്ണിയെ ഗർഭം ധരിച്ചു? ആരാ ഈ ഉണ്ണിയെ ചോദിച്ചാൽ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരാളിൻ്റെ ഇലയിൽ ശയിച്ച് തൻ്റെ പാദം കുടിക്കുന്ന ഉണ്ണിയെ ഞാൻ ഗർഭം ധരിച്ചു. ഞാൻ ഭാഗ്യവതി തന്നെയാണ്. ഇത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് ഭഗവാൻ നാമത്തിൻ്റെ മഹാത്മ്യമാണ് ദേവഹൂതിയും അവിടെ വർണ്ണിക്കുന്നത്. അപ്പം ധർമ്മപുത്രോട് പറയാണ്, അങ്ങ് ധരിക്കുണ്ടാവും കൃഷ്ണനെ ആരാന്ന് ചോദിച്ചാൽ അകരോ സജീവം ദൂതം സൗഹൃദാതസാരഥിം സർവാത്മനസ്തമൃശോഹ്യദ്വയസ്യാനഹങ്കൃതേ. ഹേ ധർമ്മപുത്ര, അങ്ങ് ധരിച്ചോളൂ. എന്ത് വെറും അമ്മാവൻ്റെ മകൻ എന്ന് മാത്രം വിചാരിക്കണ്ട കേട്ടോ. ഇല്ലെങ്കിൽ അർജുനൻ്റെ പത്നി സഹോദരനാണ് ഇത് മാത്രം വിചാരിച്ചാൽ ദൂതനാണ് സൂതനാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇത് മാത്രമല്ല കേട്ടോ കൃഷ്ണൻ ആരാ? സത്വതാമ്പതി സർവേശ്വരനാണെന്ന് ധർമ്മപുത്രരെ പറഞ്ഞാണ് ബോധ്യപ്പെടുത്തി കൊടുത്തു. സർവേശ്വരനാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ഹേ വല്യേട്ടാ സംശയമൊക്കെ ചോദിച്ചോളൂ. ഇപ്പം അദ്ദേഹം കണ്ണടയ്ക്കും. അദ്ദേഹത്തെ ജ്ഞാനം പുറത്തേക്ക് വരണ്ടേ? ആ സംശയങ്ങളൊക്കെ ചോദിച്ചു. ആ സംശയത്തിനൊക്കെ മറുപടി കിട്ടുകയും ചെയ്തു. അതും ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗത. ചുരുക്കേണ്ടത് ചുരുക്കിയിട്ടും വിസ്തരിക്കേണ്ടത് സമാസവ്യാസയും. ചുരുക്കേണ്ടത് ചുരുക്കിയിട്ടും വിസ്തരിക്കേണ്ടത് വിസ്തരിച്ചും. അതും ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ. ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ധർമ്മമൊന്നും ഭാഗവത്തിൽ പറഞ്ഞിട്ടുമില്ല, ഇവിടെ പറഞ്ഞില്ല. മഹാഭാരത കുറേ അധ്യായങ്ങളെ കൊണ്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മഹാഭാരതം വായിക്കണം. ഈ ധർമ്മത്തിൻ്റെ ഒക്കെ സാരം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാ ദാനം ചെയ്യണത്? പെരുന്നാളൊക്കെ ആയാൽ ദാനം ചെയ്യാറില്ലേ? എന്തിനാ ദാനം ചെയ്യണത്? ഈ ദാനം കൊണ്ട് ശ്രീഹരി സന്തോഷിക്കണമെന്നല്ലേ? എല്ലാ കർമ്മത്തിൻ്റെയും ഉദ്ദേശം ഭഗവത് പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. ദാനായാലും ഹോമായാലും തർപ്പണായാലും പൂജയായാലും ശ്രേയസ്സിലുള്ള എന്ത് കർമ്മമായാലും ഈ കർമ്മത്തിൻ്റെ ഒക്കെ ഉദ്ദേശം ഇനി ഉദ്ധവൻ പറയാൻ പോണ്ട്. ദാനവ്രത തപോഹോമ ജപസ്വാധ്യായ സംയമയ്യ ശ്രേയോഭിർവിവിധൈശ്ച അന്യയ്യ
കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. ഈ കർമ്മത്തിൻ്റെ ഉദ്ദേശം സുരഭി ഭഗവാൻ സന്തോഷത്തിന് വേണ്ടിയ എല്ലാ കർമ്മങ്ങളും രാജധർമ്മം എന്തിനാണ്? ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കാനാണ്. മന്ത്രിമാരൊക്കെ അവതരിക്കുന്നത് എന്തിനു വേണ്ടി ചോദിച്ചാൽ ജനങ്ങൾക്ക് ക്ഷേമത്തെ കൊടുക്കാനല്ലേ. അപ്പൊ എങ്ങനെയാ ക്ഷേമം ഉണ്ടാവുക? ക്ഷേമം ഉണ്ടാവണമെങ്കിൽ ഈശ്വരനെ സേവിക്കേണ്ട മാർഗമാണ് ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ക്ഷേമം ഭഗവാന്റെ അടുത്തുള്ളൂ. ഭഗവാനെ സേവിക്കേണ്ട മാർഗമാണ്. ഇതൊക്കെ വേണ്ട പോലെ വേദത്തിലാണ് വാസ്തുതൊക്കെ പറഞ്ഞത്. ആ വേദത്തിൽ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ ധർമ്മപുത്രയ്ക്ക് ഭീഷ്മരെ ബോധ്യപ്പെടുത്തി. വാസ്തവം കേൾക്കുന്നത് ഭഗവാനാണ് കേൾക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. കാരണം ഈ ധർമ്മമൊക്കെ താനാണ് ഈ ധർമ്മം പണ്ട് പറഞ്ഞതേ. ഇത് ആരൊക്കെങ്കിലും അറിയുമെന്നറിയണ്ടേ. ഇതാ സ്വപ്നമസ്കന്ധവും അവിടെയും കാണിക്കുന്നതാണ്. അവിടെ നാരദ മഹർഷി സിംഹാവതാരം വർണ്ണിക്കുമ്പം കേൾക്കാൻ വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നല്ലൊരു വക്താവിന് മുമ്പ് കിട്ടി. ഈ ശ്രീകൃഷ്ണൻ്റെ മഹിമയാണ് സിംഹാവതാരം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, നല്ല ബോധ്യമാവുള്ളൂ. പറയാൻ പറ്റിയൊരു ഗുരുനാഥൻ നാരദ മഹർഷി ഇവിടെ ഭീഷ്മരാണ് ബോധ്യം. സർവധർമ്മവിതാം, എല്ലാ ധർമ്മവും അറിയുന്ന ആളാണ് ഭീഷ്മർ. ആ ഭീഷ്മരാണ് ഉപദേശിക്കുന്നത് ഈ ധർമ്മത്തിൻ്റെ ഒക്കെ സാരം എന്താണ് ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെ നേടേണ്ടത് ഭക്തിയാ പുണ്ടരീകാക്ഷ, ശ്രീഹരിയിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി സഹസ്രനാമം കൊണ്ട് ഭീഷ്മര് ഭഗവാനെ സ്തുതിച്ചു. അതുപോലും ഭാഗവത്തിൽ കൊടുത്തിട്ടില്ല. അതുപോലും കൊടുത്തത് മഹാഭാരതത്തിലാണ്. അങ്ങനെ സഹസ്രനാമം കൂടി സ്തുതിക്കുക കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ് വേറെ ആരോടും ഒന്നും പറയാനില്ല. ഇനി ഭഗവാനോട് മാത്രമേ പറയാനുള്ളൂ എന്ന ഭാവത്തിലാണ് സർവ്വ ഇന്ദ്രിയങ്ങളും ഒതുക്കി നാം. ഉത്തരായനം പ്രതീക്ഷിക്കുന്ന സമയമാണ്. എല്ലാം ഒതുക്കി കഴിഞ്ഞ് ഭഗവാന്റെ ആ തിരുമുഖത്തേക്ക് മാത്രം നോക്കി നാം. ഇനി വേറൊന്നും പറയാനില്ല. നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജഞ്ജനാർദ്ദനം എല്ലാം വിട്ടു. ഇനി വേറെ ആളൊന്നും പറയാനില്ല എന്ന ഭാവത്തിൽ ശ്രീഹരിയെ നോക്കി ഭീഷ്മര് ശ്രീഹരിയോട് പറഞ്ഞു, ഹേ ഗുരുവായൂരപ്പ, ഇതിമതിരുപകൽപ്പിതാവിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ. ഈ ഭവപ്രവാഹം, ഈ സംസാര ഒഴുക്ക്, ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ജനിക്കുക മരിക്കുക എത്ര കാലമായി തുടങ്ങിയിട്ട്? ഷഷ്ഠസ്കന്ധം വർണ്ണിക്കുന്നുണ്ട്. അവിടെ നദീമുഭയതോവാഹം അല്ലേ, ഒരു നദി ഒഴുകുണ്ടെന്നാ. മേപ്പട്ടും കീഴ്പട്ടും ഒഴുകണ നദി. നദീം ഉഭയതോവാഹം. ഏതാ മേപ്പട്ടും കീഴ്പട്ടും ഒഴുകണ നദി? ആ നദിയെ കണ്ടിട്ടുണ്ടോ? ജനിക്കുക മരിക്കുക എത്ര കാലമായി തുടങ്ങിയിട്ട് നമുക്ക് നിശ്ചയമില്ല അല്ലേ. എത്രയായി നിശ്ചയം? പഴയ പല ജന്മവും കഴിഞ്ഞു. ഇനി എത്ര എടുക്കാണ്ടെന്ന് നിശ്ചയമില്ല. ഇപ്പം ഇവിടെ നിൽക്കണ്ടെന്നേ ഉള്ളൂ ഇല്ലേ. ഇതിപ്പോൾ എങ്ങനെയാണ് എത്തിയതെന്ന് നമ്മളാദ്യം പറഞ്ഞിട്ടാണോ? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. 84 കോടി ലക്ഷം ജന്മം കഴിഞ്ഞിട്ടാണ് ഭാരതഭൂമിയിൽ ഒരു മനുഷ്യജന്മം. ഈ കിട്ടിയ സഫലാക്കണ്ടേ. ഇനി പോയാൽ പിന്നെ എന്തായിട്ട് അവരെ ഈച്ചയായിട്ടാണോ പൂച്ചയായിട്ടാണോ എന്താ നിശ്ചയില്ല അല്ലേ. അപ്പോൾ കിട്ടിയ ജന്മം സഫലാക്കണം. അതുകൊണ്ട് ഗുരുവായൂരപ്പ ഈ ജീവനെ ഒരു കളങ്കുമില്ലാത്ത ഇതിമതിരുപകൽപ്പിതാവിതൃഷ്ണ, എല്ലാ ആശയും അറ്റതാ. ഇനി ഒന്നിനോടും മോഹമില്ല. എല്ലാ ദുഃഖത്തിനും കാരണം ആശാഹി പരമം ദുഃഖം. ഏകാശ്വസ്കന്ധം തിങ്കള പറയണ്ടേ, എല്ലാ ദുഃഖത്തിനും കാരണം ആശയാണ്. ഇനി ഒന്നിനോടും എനിക്ക് ആശയില്ല, എന്നാൽ ഒന്നിനോട് ആശ ഉണ്ട്.
എന്താ ആശാൻ ചോദിച്ചാൽ അവിടുത്തെത്താൻ സാധിക്കണം. അതുകൊണ്ട് ഈ ജീവനാകുന്ന പെൺകുട്ടിയെ എല്ലാം വിട്ടതാവും. രാജ്യഭാരം ഏൽക്കില്ല എന്ന് പറഞ്ഞതാണ്, വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാണ് ഭീഷ്മ പ്രതിജ്ഞ അവരുടെ പ്രധാന. ഒന്നിനോടും മോഹമില്ല ഗുരുവായൂരപ്പ, എന്നാൽ ഒന്നിനോടും മോഹമുണ്ട്. മറ്റുള്ള മോഹങ്ങളൊക്കെ വിട്ടാലേ ഈശ്വരനോട് മോഹിക്കാൻ, ഈശ്വരനെ സ്നേഹിക്കാനാവണമെങ്കിൽ വിഷയത്തോട് വിട്ടാലേ പറ്റുള്ളൂ. ഇതാ അഷ്ടമസ്കന്ധത്തിൽ കാണിക്കുന്നത്. കാമാരിയായ മഹാദേവൻ ശ്രീഹരിയുടെ പിന്നാലെ ഓടി. എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ചൊരാൾക്ക് ഗുരുവായൂരപ്പനെ കാമിക്കാൻ അത് സാധിക്കൊണ്ട ദേവന്മാരിൽ മഹാദേവനായി മഹാദേവൻ ശോഭിച്ചത്. അപ്പം വിഷയം എല്ലാ ആശയും അറ്റു ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഈ ബുദ്ധിയാകുന്ന പെൺകുട്ടിയെ അങ്ങ് സ്വീകരിക്കണം. ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നു. എല്ലാ ആശയും വിട്ടുള്ള ആളെ മുന്നിൽക്കേ ഭഗവാൻ ഭക്തന്മാരോട് കൂടി വന്ന രംഗം. അതുമല്ല ഭഗവാന്റെ ആ സ്വരൂപത്തെ ഭീഷ്മരെ കാണിച്ചു തരുന്നു. ത്രിഭുവനകമനം തമാരവർണം രവികരഗൗരവരാംബരന്തധാനെ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. വിജയസഖേ എന്നാ വിളിക്കുന്ന ഭക്തനാ പ്രാധാന്യം കൊടുക്കുന്നത്. അർജുൻ്റെ സഖാവാണ് വിജയസഖേ. ആരാ സഖാവ്? വാസ്തവം ആരാ സഖാവ്? ഇവരൊക്കെ സഖാവ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? സഖാവ് അർജുനൻ, സഖാവ് കൃഷ്ണൻ, സഖാവ് ഭീമസേനൻ, സഖാവ് കുചേലൻ, അവരൊക്കെ പറയാൻ പറ്റുള്ളൂ. പത്മൻ്റെ സഖാവായി ശോഭിക്കുന്ന ഭഗവാനിൽ എനിക്ക് രതി ഉണ്ടാവട്ടെ. അതും ഭഗവാന്റെ ആ തിരുമുഖം കാണിച്ചു തരുന്നു. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരന്തധാനേ വപു. ഭഗവാന്റെ ആ തിരുമുഖം, അതും പൊടിപടലങ്ങളെ കൊണ്ട് ഭഗവാന്റെ തിരുമുഖത്ത് ഒരു മാല, അതും വയർപ്പ് വന്ന വയർപ്പ് ഉള്ളിൽ ഈ മാല ഉണ്ടായിട്ടുള്ള, അതും സഖാവായി ശോഭിക്കുന്ന ഭഗവാനിൽ എനിക്ക് രതി ഉണ്ടാവണേ. ഈ രതിയാണ് ഉദ്ധവൻ ഏകാദശസ്കന്ധത്തിൽ വയ്ക്കുന്നത്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധീമാം. ആ ഭഗവാൻ രതി ഉണ്ടാവട്ടെ എന്ന ആ ഭഗവാന് വേണ്ടിയിട്ട്, അതും യുദ്ധക്കളത്തിൽ ഭഗവാന്റെ പ്രതിജ്ഞയെ വേണ്ടെന്ന് വെച്ചു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ താൻ ആയുധം എടുക്കില്ല. ഭഗവാന്റെ പ്രതിജ്ഞ. ഭീഷ്മർ പറഞ്ഞു കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ദുര്യോധനനും അർജുനനും സഹായം തേടി വന്നു ദ്വാരകയിൽ. ഭഗവാനാണെങ്കിൽ രണ്ടുപേരും വരുന്നത് മനസ്സിലാക്കി ഭഗവാൻ കിടക്കുക, കണ്ണടച്ച് കിടക്കുക. അങ്ങനെ ദുര്യോധനൻ വന്നപ്പോഴാണ് ഉറങ്ങ നാളെ ഉണർത്തണ്ടെന്ന് വിചാരിച്ചാൽ ഭഗവാന്റെ സിംഹാസനത്തിൽ കയറിയായിരുന്നു ദുര്യോധനെ. പിന്നെ അർജുനന് വന്ന് ഭഗവാന്റെ കാക്കലിരുന്നു. അപ്പോൾ ഭഗവാൻ കണ്ണു തുറന്നപ്പം അർജുനൻ ആദ്യം കണ്ടു. അർജുന നീ എപ്പോഴേ വന്നു? ഒന്നും അറിയാത്ത പോലെ ഭഗവാനെ കുറച്ച് നേരമായി വന്നിട്ട് അർജുനൻ ഇങ്ങനെ കാണിച്ചു. ദുര്യോധനേട്ടനും വന്നിട്ടുണ്ടെന്നാണ്. ഭഗവാൻ എണ്ണീറ്റു. മഹാരാജാവ് എപ്പോഴേ വന്നു? കുറച്ച് നേരമായി. നിങ്ങൾ യോജിച്ചില്ലേ? നന്നായി. യോജിക്കെന്നെയാണ് വേണ്ടതെന്ന് ഭഗവാൻ പറയുമ്പോൾ യോജിച്ചു എന്നല്ല പറയാൻ വന്നത്. ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ട് നിൽക്കുക, അങ്ങനെ സഹായം തേടാൻ വന്നതാണ്. ദുര്യോധനും സഹായം ആവശ്യപ്പെട്ടു, അർജുനും സഹായം ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു ഞാൻ രണ്ടായിട്ട് നിൽക്കാമെന്നാണ്. എൻ്റെ സൈന്യത്തെ ഒരു പക്ഷത്തിന് തരാം, ഞാൻ ആയുധമില്ലാതെ മറുപക്ഷത്ത് നിൽക്കാം. ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. ദുര്യോധനൻ പറഞ്ഞു കൃഷ്ണ ആയുധം എടുക്കില്ലേ? ഇല്ല. എന്നാൽ കൃഷ്ണന് വേണ്ട, സൈന്യം നന്നാവില്ല. അർജുനൻ പറഞ്ഞു കൃഷ്ണൻ ആയുധം എടുക്കില്ലെങ്കിലും കൃഷ്ണൻ മതിയെന്ന. അങ്ങനെ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാനെ കൊണ്ട് ഭീഷ്മർ ആയുധം എടുപ്പിക്കുന്ന രണ്ട് പ്രതിജ്ഞയും വലിയ പ്രതിജ്ഞ. ഒന്ന് ഭഗവാന്റെ പ്രതിജ്ഞ, ഒന്ന് ഭക്തൻ്റെ പ്രതിജ്ഞ. അങ്ങനെ ശരങ്ങളെ കൊണ്ട് അർജുനനെ ആകെ അങ്ങോട്ട് മൂടിയപ്പോഴാണ് ഭഗവാൻ നേരെ ശരങ്ങൾ വന്നപ്പോൾ ഭഗവാൻ ഇതൊക്കെ ചിരിച്ചാണ് സ്വീകരിക്കുക ചെയ്തത്. തൻ്റെ ഭക്തൻ നേരെ ആയുധം വന്നപ്പോഴാണ് തൻ്റെ പ്രതിജ്ഞ പൊയ്ക്കോട്ടെ എന്നുള്ള ഭാവത്തിൽ നേരെ നിർത്തിയിട്ട് ആയുധം എടുത്തു.
അർജുനൻ പറഞ്ഞത് കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, ആയുധം എടുക്കില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആയുധം എടുപ്പിക്കാന്ന് പറഞ്ഞ് പിടിക്കണ്ടേ? എൻ്റെ പ്രതിജ്ഞ പോയിക്കോട്ടെ, ഭക്തൻ്റെ പ്രതിജ്ഞ സത്യമാവണം. അതിനു വേണ്ടി ഭഗവാൻ ആയുധം എടുത്തു. മാത്രമല്ല ഭഗവാനാണെങ്കിൽ യുദ്ധക്കളത്തിലെ ഭഗവാൻ മാത്രമല്ല ഒരു കളവ് നടത്തിയെന്ന ഭഗവാന്റെ കളവ്. അത് ശത്രുപക്ഷത്തുള്ള ഭീഷ്മരാണ് ഭഗവാന്റെ കളവ് കണ്ടത്. സ്വന്തം പക്ഷത്തിൽ ആക്കാരും കണ്ടില്ല. മറുപക്ഷത്തുള്ള ഭീഷ്മരാണ് എന്താ കട്ടതെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഗോപികൾ പറഞ്ഞിട്ടുണ്ട്, വെണ്ണ കട്ടു പാല് കട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കുളിക്കാൻ പോയുള്ള ഗോപികളുടെ വസ്ത്രം കൊണ്ടുപോയി, അതും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പറയില്ല. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെയും ഭഗവാൻ അതുകൊണ്ടായിട്ടുണ്ട്. ഭക്തന് വേണ്ടി എന്തും ചെയ്യും. ഇവിടെ എന്താ കളവ് എന്ന് ചോദിച്ചാൽ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുക്കുക. അർജുന അതാരാന്നറിയോ? അതാണ് ദ്രോണരെ എന്ന് കാണിച്ചു കൊടുത്താൽ പരസൈനീരായുരാക്ഷ്ണാഹൃതവതി പാർത്ഥസഖേരചർമ്മമാസ്തു. പരസൈന്യത്തിലെ യോദ്ധാക്കളുടെ ആയസ്സിനെയാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുക. ഭഗവാന്റെ നോട്ടം കൊണ്ട് പരസൈന്യത്തിലെ യോദ്ധാക്കളുടെ ആയസ്സിനെയാണ് ഭഗവാൻ. ഇത് ഭീഷ്മരല്ലേ കണ്ടത്? ഭീഷ്മര് കണ്ടു, ബോധ്യമായിരുന്ന അങ്ങനെയുള്ള ആ ഭഗവാനിൽ എനിക്ക് രതിണ്ടാവട്ടെ എന്നല്ല, അങ്ങനെയുള്ള അർജുൻ്റെ സഖാവായി ശോഭിക്കുന്ന ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാവട്ടെ. പാർത്ഥസഖേരധർമ്മമാസ്തു, അർജുൻ്റെ സഖാവായി ശോഭിക്കുന്ന ഭഗവാനിൽ. അപ്പോൾ അവിടെയും കാണിച്ചത് ഭക്തൻ്റെ മാഹാത്മ്യ. ഭക്തനെ മുന്നിൽ വെച്ചത് ഭഗവാൻ പിന്നിലിരിക്കാന്ന. ഭക്തനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ പിന്നില. രാജസൂയ മഹായാഗത്തിനൊക്കെ പോകുമ്പം, അവിടെ ജരാസന്ധനൊക്കെ യുദ്ധത്തിന് പോകുമ്പം ഭഗവാൻ മുന്നില. ബ്രാഹ്മണ വേഷം കെട്ടാൻ ഭീമസേനും അർജുനും മടിച്ചു. ഞാനാവാം. ഭഗവാൻ ഏത് വേഷം കെട്ടാൻ ഒരു മടിയില്ല. അങ്ങനെ കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് അദ്ദേഹത്തെ വധിച്ചിങ്ങോട്ട് വരുമ്പോഴോ അവിടെ ഭഗവാൻ പിന്നില. ഭീമാർജുന ജന, അവിടെ ഭീമസേന മുന്നിൽ. ആരാ ജരാസന്ധനെ വധിച്ചത്? ഭീമേട്ടൻ. ഭീമൻ അറിയാൻ തന്നെ കൊണ്ട് കഴിയില്ല, ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മളോട് ഭാഗവതം പറയിപ്പിക്കുകയാണ്. ഭക്തൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവത്പാദത്താൻ സാധിക്കും എന്ന് കാണിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തനെ പുകഴ്ത്തിക്കൊണ്ട് ഭക്തന് വേണ്ടി ആയുധത്ത രംഗം, ഭക്തൻ്റെ വാക്ക് പാലിച്ച രംഗം. മാത്രമല്ല ഭഗവാൻ തൻ്റെ കുടുംബമായിട്ടാണ് ഈ തേരിനെ ഭഗവാൻ കണ്ടത്. അർജുൻ്റെ തേര് ഭഗവാന്റെ കുടുംബമാണ്. ആ തേരിനെ ഭഗവാൻ എന്തും ചെയ്ത് തൻ്റെ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് കാണിച്ച രംഗം. പിന്നെ ആ രാസലീലയിൽ കൂടിയിട്ട് ആ ഗോപികൾ എവിടെ എത്തി എന്ന് ഭാഗവതം ചോദിക്കുകയാണ്. ലളിതഗതി വിലാസവൽപുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതി മകൻ കില യസ്യ ഗോപവത്വ. നോക്കുക രാസലീലയിൽ. രാസലീല വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല. രസോ വൈ ബ്രഹ്മ എന്ന ബ്രഹ്മത്തിൻ്റെ ലീലയാണ്. ബ്രഹ്മത്തെ പറ്റി പറയാൻ പറ്റുമോ? പറയണമെങ്കിൽ രൂപമൊക്കെ വേണ്ടേ? ബ്രഹ്മത്തിന് രൂപമൊന്നുമില്ല, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല രാസലീല. ആ രാസലീലയിൽ ഭഗവാൻ ഗോപികളെ വിളിച്ചു. വസ്ത്രാപഹാരം കഴിഞ്ഞിട്ട് അവരുടെ ആ കാമത്തെ ഭഗവാൻ ശുദ്ധീകരിച്ചു. ആ കാമം ഗോപികൾ ഭഗവാനിൽ വെച്ചെങ്കിൽ ആ കാമത്തെ ഭഗവാൻ ശുദ്ധീകരിച്ചു. പ്രായോ ബീജായ നേശ്യസമസ്കന്ധം പറഞ്ഞിട്ടുണ്ട വർത്തവിത്ത് പിന്നെ മുളക്കില്ലല്ലോ. ഗോപികളുടെ കാമത്തെ ഭഗവാൻ ശുദ്ധീകരിച്ച് ഈ കാമം തന്നെ മോക്ഷോപായോ യത്നതസ്യാൽ മോക്ഷത്തിന് കാരണമാക്കി തീർത്തിട്ടാണ് അവരെ ശുദ്ധീകരിച്ചിട്ട് ആ ഭഗവാൻ രാസലീലയ്ക്ക് ഒരു വിളിച്ച സന്ധ്യാസമയത്ത് ഭഗവാന്റെ വേണുഗാനം കേട്ട് ചീണ പ്രവൃത്തിയൊക്കെ വിട്ട് സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ എല്ലാം വിട്ട് ഗോപികളിട് വന്നു. അവിടെ പരീക്ഷത്തിന് പോലും അത് സംശയം തീർന്നിട്ടില്ല.
അവിടെ പരീക്ഷ ചോദിക്കേണ്ടത് ശരിയാണോ ഈ പ്രവൃത്തി എന്ന്. അവിടെ ശ്രീശുഖൻ പറഞ്ഞു, ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ എന്തേ കേൾക്കാഞ്ഞതെന്ന്. ശരി, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തേ കേൾക്കാഞ്ഞത്? സ്വപ്നമസ്കന്ധം വർണ്ണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേന്നാ. ഏത് വികാരമായാലും ഭഗവാനിൽ വെക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഗോപികളെ വിളിച്ചു വരുത്തിയിട്ട് ഭഗവാന്റെ ഉപദേശം. ആരോടാ ഭഗവാന്റെ ഉപദേശം? ഭർത്താവിനെ ശുശ്രൂഷിക്കണം, കുട്ടികളെ നോക്കണം, ഭർത്താവ് ആരായാലും ഉപേക്ഷിക്കാൻ പാടില്ല, എന്നോട് കൂടി ആനന്ദം അനുഭവിക്കുകയാണ് വേണ്ടെങ്കിൽ എൻ്റെ കഥ കേട്ടാൽ മതി, എൻ്റെ കഥ പാടിയാൽ മതി, വേഗം പോയിക്കോളൂ, ഇവിടെ ആരും നിൽക്കണ്ട എന്ന് ഭഗവാന്റെ ഉപദേശം. വിളിച്ചു വരുത്തിയിട്ടേ ഗോപികൾ പറഞ്ഞു, ഒരു ഭൈരപ്പ ഇത് അങ്ങയുടെ മുഖത്തൊന്നും കേൾക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. അങ്ങെന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മവുമല്ല, എല്ലാ ധർമ്മവും ഉപേക്ഷിക്കാനാണ് വന്ന് ഞങ്ങളോട് പോകാൻ പറയുകയാണോ എന്ന് ചോദിച്ചപ്പം ഭഗവാൻ ഇവരോടല്ല പറഞ്ഞത്. ഭഗവാന്റെ ഉപദേശം ആരാ? ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ഋഷീശ്വരന്മാരാ ഭഗവാന്റെ ഉപദേശം. രാസലീല കാണാൻ വന്നുള്ള ഋഷീശ്വരന്മാരോടാണ് കൃഷ്ണന് തെറ്റുപറ്റില്ല എന്ന് അവരാ ഭഗവാൻ ഉപദേശിക്കുന്നത്. അങ്ങനെ അവരോട് കൂടി ഭഗവാൻ ലീലയാടുമ്പോഴാണ് ഗോപികൾക്ക് തോന്നി, തങ്ങളെ പോലെ ഭാഗ്യവതികൾ ആരുമില്ല. ഭഗവാന്റെ ചുംബനം, ഭഗവാന്റെ നർമ്മസല്ലാപം, ഭഗവാന്റെ ആലിംഗനം ഒക്കെ ഉണ്ടായപ്പം ഗോപികൾക്ക് തോന്നി തങ്ങളെപ്പോലെ ഭാഗ്യവതികൾ. ഇതന്നെ വാസ്തവം, ഒരു അഹങ്കാരമാണ് അല്ലേ? ഇതന്നെ വാസ്തവം. ഈ ഭാഗവതം വായിക്കാനാണ് തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവുക അഹങ്കാര. കേൾക്കാൻ വന്ന ആദ്യം ഉണ്ടാവുക, ഓ ഞാൻ ഇത്ര സപ്താഹം കേട്ടു, അല്ലെ ഇത്ര പ്രാവശ്യം ഭാഗവതം വായിച്ചു, ഇതുകൊണ്ടൊക്കെ ഉണ്ടാവേണ്ടത് വിദ്യാദാതി വിനയം. വിനയമാണ്. അഹങ്കാരം ഇല്ലാതിരിക്കാൻ ഭഗവാന്റെ പാദം നമ്മളെ ശിരസ്സിലൊക്കെ വെക്കട്ടെ. കാളിയൻ്റെ ശിരസ്സിൽ വെച്ച കൂട്ടത്തിൽ ഈ അഹങ്കാരം വന്നാൽ ഭഗവാന് കിട്ടില്ല. അപ്പം അഹങ്കാരം വരാത്ത ഗോപിയെ കൊണ്ടാണ് ഭഗവാൻ പോയത്. ഇവരന്വേഷിക്കാൻ തുടങ്ങി. ചെടികളോട് ചോദിക്കണു, വൃക്ഷങ്ങളോട് ചോദിക്കണു, അവർ മറുപടി പറയുമോ? അവസാനം അവർ ഭഗവാൻ ആടിയ ലീലകളെ ആടാൻ തുടങ്ങി. കൃഷ്ണൻ ഇങ്ങനെയാണ് നോക്കാറ്, കൃഷ്ണൻ ഇങ്ങനെയാണ് പറയാറ്, കൃഷ്ണൻ ഇങ്ങനെയാണ് നൃത്തം വയ്ക്കാറ്. ഇങ്ങനെ ഓരോന്നും ആടിക്കൊണ്ടിരിക്കെ ഭഗവാന്റെ മഹിമയെ പറഞ്ഞുകൊണ്ടിരിക്കെയാണ് അവര് ഭഗവാന്റെ പാദചിഹ്നം അവിടെ കണ്ടു. ഭഗവാൻ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പാദചിഹ്നവും, 2 പാദചിഹ്നം കാണാനുണ്ട്. ഏതോ ഒരു ഗോപിയെ ഭഗവാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഏതാ ഈ ഭാഗ്യവതി? ചിന്തിച്ചു. ഭാഗവതം ആ പേര് പറഞ്ഞില്ല. അനയ ആരാധിതോ നൂനം, ഭഗവാൻ ഏറ്റവും ആരാധിക്കുന്ന ഗോപി എന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ അവര് പിന്നെയും അന്വേഷിച്ചിട്ടാണ് രാധാപിതം താവത ജാതകറുവാമധിപ്രിയം ഗോപവധൂം മുരാരേ. ഗുരുവായൂരപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോപി രാധ അല്ലേ? ആ രാധയ്ക്കും വന്നു, കൃഷ്ണ എനിക്കങ്ങനെ പോരാൻ പറ്റില്ല, ഞാൻ അങ്ങയുടെ ഒപ്പം പോരണമെങ്കിൽ എന്നെ എടുത്തോളൂ എന്ന്. അത്ര ആയില്ലേ? ഏത് അഹങ്കാരത്തിൻ്റെ ഭാവമായാലും ഏത് രാധയായാലും അഹങ്കാരം വന്നാൽ കൃഷ്ണനെ കിട്ടില്ല എന്ന ഭാവത്തിൽ അവര് ഭഗവാൻ രാധ കയറാൻ വേണ്ടി പുറപ്പെട്ടപ്പം ഭഗവാൻ അവിടെ മറിഞ്ഞു. അവിടേക്കാണ് ഗോപികൾ എത്തിയത്. ഗോപികൾ രാധയോട് കൂടി ഉന്മത്ത ഭാവത്തെ അന്വേഷിച്ച് കൃഷ്ണ കണ്ടോ, കൃഷ്ണ കണ്ടോ എന്ന് ചോദിച്ച ജയതിഥേധികഞ്ജന്മനാവ്രജ എന്ന് പറഞ്ഞ ഭഗവാന്റെ മഹിമയെ പറഞ്ഞ് ആ ഉന്മത്ത ഭാവത്തിലെത്തിയ ഗോപികളോട് കൂടി ഭഗവാൻ അവിടെ വന്ന് ഒരു രാസലീല ഉണ്ടായി. ആ രാസലീല എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ബ്രഹ്മശങ്കരമുഖാനവീഹ പശുവങ്കനാസുബ് അവരൊക്കെ ബഹുമാനിക്കുന്ന ഗോപികളെ ഭഗവാൻ എത്തിച്ചു. അത്രയും ആ രാസലീല അടിയുള്ള എല്ലാവർക്കും തന്നെ കൊടുത്ത രീതിയാണ്. എന്നാൽ ഗോപീഗ്രഹങ്ങളിലൊക്കെ ഗോപികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഭഗവാൻ ഗോപിയായിട്ട്
എല്ലാവരെയും ആനന്ദിപ്പിച്ച ആനന്ദ സദ്യയെ കൊടുത്തതാണ് രാസലീല. അതുപോലെ തന്നെ ആ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ശ്രീഹരിയെ കണ്ണടയ്ക്കാൻ സാധിച്ച ആൾക്കാരാണ്. അവരൊക്കെ ഭാഗ്യം നോക്കുന്നു. അതുപോലെ തന്നെ രാജസൂയ മഹായാഗം, അത് അസംഖ്യം പേരാ രാജസൂയ മഹായാഗത്തിന് വന്നത്. കാരണം അവർക്ക് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അവരൊക്കെ ശ്രീകൃഷ്ണൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. യേശു ത്രൈലോക്യ ഗുരവ സർവേ ലോകമഹേശ്വര വഹന്തി ദുർലഭം ലബ്ധ്വ ശിരസൈവാനുഷ. ദുർലഭമായി കിട്ടുന്ന അവസരമാണ്. അവരൊക്കെ ബ്രഹ്മദേവൻ, മഹാദേവൻ, ദേവാദികളെ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അസംഖ്യം പേരാണ്. ദ്വാരകയെന്നും 16,908 പത്നിമാര്, 10 ആൺകുട്ടികൾ, അവരെ പത്നിമാര്, അവരെ കുട്ടികൾ, ഓരോ പത്നിക്കുള്ള ദാസിമാര്, അസംഖ്യം പേരാണ്. രാജസൂയ മഹായാഗത്തെ ധർമ്മപുത്ര ഭഗവാനെ ഭക്തിയോടുകൂടിയാണ് പൂജിച്ചു. സഹദേവൻ്റെ വാക്ക് കേട്ട് ശ്രീകൃഷ്ണൻ്റെ മഹിമയെ അറിഞ്ഞങ്ങോട്ട് പൂജിച്ചു. ഈ പാദതീർത്ഥം എല്ലാവരും തളിച്ചു. എല്ലാവരും എണ്ണീറ്റ് നിന്ന് കൃഷ്ണ ഹരേ ജയ പറയോ. 2 മിനിറ്റും കൂടി ഇല്ലേ? എല്ലാവരും ഉറക്കെ അങ്ങനെ കൃഷ്ണ ഗണപതി കേൾക്കട്ടെ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. പല ആൾക്കാരും ഉറങ്ങാണെന്ന് തോന്നുന്നില്ലേ? ഉറക്കം വരികയൊക്കെ ചെയ്യും. കാരണം ഭഗവാന്റെ മായയാണ്. ഉറക്കം വരും. കസാല കൊണ്ടുവച്ചു, ഫാൻ കൊണ്ടുവച്ചു, പിന്നെ ഉറങ്ങാൻ സൗകര്യം. അപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ ഉറക്കം പോവാൻ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ ഉറക്ക നാമം ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശിശുപാലും എണീറ്റു. അദ്ദേഹം തനിക്കും ഭഗവാനെ പൂജിക്കണ്ടേ എന്ന ഭാവത്തിലാണ് അദ്ദേഹത്തിന് കൊടുത്ത വികാരം കൊണ്ട് ശ്രീഹരിയെ ഭക്തിയോട് കൂടിയാണ് പൂജിച്ചു. കൊടുത്ത വികാരം കൊണ്ട് ഭംഗിയായി പൂജിച്ചു. അദ്ദേഹത്തിന് ഭഗവാൻ കൈവല്യത്തെയാണ് കൊടുക്കുക ചെയ്തത്. ഇങ്ങനെ തന്നെ ദ്വേഷിച്ച് ശിശുപാലന് പോലും മോക്ഷത്തെ പ്രദാനം ചെയ്ത ശ്രീഹരിയെ അല്ലേ സേവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അതും ഭീഷ്മരെ അറിഞ്ഞുകൊണ്ട് ശ്രീഹരിയെ മുന്നിൽ കണ്ട് ശ്രീഹരിയെ സ്തുതിച്ച് ആത്മന്യാത്മാനമാവേശ്യ സ്വതശ്വാസമുഭാരവൻ. ആത്മാവിനെ കണ്ട് പരമാത്മാവാക്കി കൂട്ടി യോജിപ്പിച്ച് ഇതും പക്ഷി കൂട്ടുന്നും കുഞ്ഞി പക്ഷികൾ പാറിപ്പോണ കൂട്ടത്തിൽ ശരീരമാകുന്ന കൂട്ടുന്നും ജീവനാകുന്ന പക്ഷി കുഞ്ഞ് കുതിച്ചിടുന്ന കൃഷ്ണനെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. അങ്ങോട്ട് കുതിച്ചു എന്നാ എല്ലാവർക്കും ബോധ്യായി. എല്ലാവർക്കും ശ്രീകൃഷ്ണ മഹിമയുടെ ബോധ്യ തിരിച്ചു പോരുമ്പം തതസ്തേ കൃഷ്ണഹൃദയ സ്വാശ്രമാൻ പ്രയയുപൂന. തിരിച്ചു പോരുമ്പം ശ്രീകൃഷ്ണനെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മളോടും ഭാഗവതം പറയാം. കുറച്ച് കേട്ടു പോകുമ്പം ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിലാക്കാൻ മനസ്സിലാക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ, അതിന് ഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.